ഷാഫി ആവർത്തിച്ചു തുടക്കം തൊട്ട് എണ്ണയിട്ടൊരു യന്ത്രം പോലെ UDF നേതാക്കൾ അവിടെ പ്രചാരണത്തിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ വരികയില്ല എന്ന് പറഞ്ഞ കെ മുരളീധരൻ പോലും അവിടെ എത്തുന്നു. ചാണ്ടിയുമ്മന് അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. ഒപ്പം അപർണ സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരൻ പത്മജ വേണുഗോപാലിന്റെ പാർട്ടി മാറ്റത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ അധിക്ഷേപം അതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തു. പക്ഷെ അവസാനം കെ മുരളീധരനും എത്തിയിരുന്നു. അവസാനത്തെ ഈ മാച്ചിൽ അവസാനത്തെ ഗോൾ അടിച്ചത് കോൺഗ്രസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. സന്ദീപ് വാര്യരുടെ ഒരു സസ്പെൻസ് വരവ് അങ്ങനെ കോൺഗ്രസിന് ഉണ്ടാക്കിയത് ആ ഷോയിൽ കൊണ്ടുവന്ന് സന്ദീപ് വാര്യർ നടത്തിയ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ CPM BJP സഖ്യം എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു അല്ലെ കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷെ അതിന് RSSും BJPയും കൗണ്ടർ ചെയ്യുന്നത് ഞങ്ങൾ സന്ദീപ് വാര്യരെ പുറത്താക്കിയിരുന്നുവെങ്കിൽ അത് തിരിച്ചടിയായതിനെ. പക്ഷേ സന്ദീപ് UDFൽ ചേർന്നതോടുകൂടി എന്തായിരുന്നു സന്ദീപിന്റെ അജണ്ട എന്നത് വ്യക്തമായി. അത് കൂടുതൽ ഗുണകരമാകും. അതായത് നമ്മൾ UDFനെ കുറിച്ച് തന്നെ പറഞ്ഞു വരുമ്പോൾ ഷാഫി പറമ്പലിന്റെ മുഖഭാവത്തിൽ നിന്നും ആ വലിയ ആത്മവിശ്വാസമുണ്ട്. ഇത് UDFനൊപ്പമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും പല വിവാദങ്ങളും അദ്ദേഹത്തെ ഉലച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രോളി വിവാദത്തിലൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും മടിയുള്ള കൂട്ടത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ രാഹുൽ ഈ അവസാന ദിവസങ്ങളൊക്കെ ആയപ്പോഴേക്കും ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു പാതയിലൊക്കെ എത്തിയ ആ ഒരു വിശ്വാസം തന്നെയാണ് ഉള്ളത്. അതായത് UDFന്റെ ആ ഒരു വിജയം തനിക്കൊപ്പവും നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ. തീർച്ചയായും UDFിൽ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത് എനിക്ക് തോന്നുന്നു, ഈ നമ്മുടെ സജിത്ത് രാഹുലിനോട് ഇന്നും ചോദിച്ചു. അതായത് ഈ വരുത്തൻ എന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ ഉണ്ടല്ലോ. മാത്രമല്ല സരിൻ നിന്ന് പ്രാർത്ഥിക്കുന്നതും അന്ന് പ്രാർത്ഥിക്കുന്നതും രണ്ടാണ് എന്ന് പറയും. അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ മണ്ഡലത്തിന് പുറത്തു നിന്ന് ഒരാളെ എത്തിക്കുന്നതിൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ വിയോജിപ്പുകൾ ഉണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. വിലയിരുത്തലല്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒപ്പം ഈ പറയുന്നത് പോലെ ഷാഫി രാഹുൽ ഉൾപ്പെടുന്ന ഒരു കൂട്ടുകെട്ടുണ്ട്. അവർ ഈ പാർട്ടി ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ തീരുമാനങ്ങൾ മാത്രമാണ് പാർട്ടി നടക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണം. എല്ലാ അറ്റാക്കുകളും അപ്പോൾ ഈ അവസാന നിമിഷത്തിലേക്ക്, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാലുവാരാൻ സാധ്യതയുണ്ട്, കുറെ വോട്ടുകൾ നഷ്ടപ്പെട്ടേക്കുമെന്ന് UDFിനുള്ളിലും ചില വിലയിരുത്തലുകൾ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറുന്നു. സന്ദീപ് വാര്യരെ പോലെയൊക്കെയുള്ള ആളുകൾ കടന്നു വരുമ്പോൾ ഈ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായാൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്തണം, കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നു പോകരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചാണ്ടിയുമ്മനെ പോലെയുള്ളവരെ, കെ മുരളീധരനെ പോലെയുള്ളവരെ അടക്കം മണ്ഡലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് എന്നാണ് ആ ഒരു അച്ചടക്കം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് UDFന് പ്രചാരണത്തിലുടനീളം എന്ന് തന്നെ പറയേണ്ടതായിരിക്കുന്നു. അതായത് ഈ പാളയത്തിൽ പലപ്പോഴും അതൊരു പാർട്ടിയാണ്, ജനാധിപത്യ സ്വഭാവമാണ്, ഇത് ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിൽ ഉണ്ടാകാറുള്ളത് എന്ന് പറഞ്ഞാലും ഇത്തവണ അതിന് എല്ലാം മാറി നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ അവസാനം കെ മുരളീധരൻ അടക്കമുള്ളവർ, ചാണ്ടിയുമ്മൻ അടക്കമുള്ളവരെ കൊണ്ടുവന്ന് ഇനി ആരോപണങ്ങൾക്കൊന്നും ഇതേ ഒരു കാർഡ് BJPയും കളിച്ചു. BJPയും C കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം അതിനൊന്നും സ്ഥാനമില്ല എന്ന് പറയുന്നു. കെ സുരേന്ദ്രൻ വരുന്നു, ശോഭാ സുരേന്ദ്രൻ വരുന്നു, ഇവര് ഒരുമിച്ച് ട്രാക്ടർ റാലി നടത്തിക്കൊണ്ട് അത്തരം ഒരു ഭിന്നിപ്പൊന്നുമില്ല എന്നുള്ള വിഷയം വരുന്നു. അങ്ങനെ നിന്ന പാലക്കാടാണ് സന്ദീപ് വാര്യർ പുറത്തു പോകുന്നത്. സന്ദീപ് വാര്യർ പുറത്തു പോകുമ്പോൾ ഏറ്റവും അധികം വിമർശനം ഉന്നയിച്ചത് C കൃഷ്ണകുമാറിനെതിരെയാണ്. അത് സ്ഥാനാർത്ഥിക്കെതിരെ നേരിട്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ടുകൂടിയാണ് പോകുന്നത്. BJP അടക്കം നഗരസഭാ ഭരണം കൈപ്പിടിയിൽ ഉള്ള BJPക്ക് നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം കൂടി കൊണ്ടുവരിക, തൃശ്ശൂർ പോലെയുള്ള ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ വലിയ പ്രതീക്ഷയാണ്. അത് എത്രത്തോളമാണ് BJPക്ക് ഉള്ളതെന്ന് കാണാം. ഇടതുപക്ഷത്തെ ഇന്ന് സരിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അഭിലാഷേ, അതുകൂടി നമുക്ക് തീർച്ചയായും സരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. നേരത്തെ അരുൺ റിപ്പോർട്ടിംഗ് തുടങ്ങിയത് തന്നെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം മാറിയത് അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഫ്ലെക്സുകൾ അടക്കം തയ്യാറാക്കി വെച്ചിരുന്നു എന്ന് തന്നെയായിരുന്നല്ലോ ആ സമയത്ത് നമുക്കും ലഭിച്ചിരുന്ന ഇൻപുട്ടുകൾ. അത് മാറ്റിയാണ് കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്ന് അവിടെ പിണക്കത്തിലായി. അതും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ, നമ്മൾ നേരത്തെ UDFനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വരവിൽ അതൃപ്തരായ ഒട്ടനവധിയായ കോൺഗ്രസ്സുകാരുണ്ട്. അതിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് സരിനെ ഇടതുപക്ഷം കണ്ടത്. വളരെ പെട്ടെന്ന് ബിനുമോളെ മാറ്റിയിട്ട് അവിടെ സരിനെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്ന വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അവിടെ LDFന്റെ വോട്ടുകൾ എന്തായാലും അപർണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്നാമത് എത്തിയ
പാർട്ടി ആണ്. അവിടെ ഇടതുപക്ഷം എന്നത് എടുത്തു പറയേണ്ടതാണ്. വോട്ട് ശതമാനവും ആ തരത്തിൽ ഏതാണ്ട് 25.64% വോട്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന CP പ്രമോദിന് ലഭിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് താരതമ്യം ചെയ്താലും വിജയരാഘവന് ഈ മണ്ഡലത്തിൽ നിന്ന്, പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് 26% വോട്ടാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഉണ്ടായത് സ്ഥാനാർത്ഥി പറയുന്ന അഭിപ്രായമല്ല മുന്നണിയും പാർട്ടിയും അല്ലെങ്കിൽ CPI അടക്കമുള്ളവരും പറഞ്ഞത്. അത്തരം ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരുപക്ഷെ അതിനൊന്നും വലിയ വിവാദത്തിന് തലവെച്ചു കൊടുക്കാതെ P. സരിത ഇന്ന് പോലും രാവിലെ ചോദിക്കുമ്പോൾ വിലയിരുത്തലാകുമോ സർക്കാരിനെ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ നിന്നേ ഒഴിഞ്ഞു മാറുന്നു. അതേസമയം NN കൃഷ്ണദാസിനോട് ചോദിക്കുമ്പോൾ NN കൃഷ്ണദാസ് പറയുന്നു 3ാം തവണയും LDF അധികാരത്തിൽ വരുമെന്നതിന്റെ ഉറപ്പായിരിക്കും ഈ ഫലം. അതായത് സ്വാഭാവികമായിട്ടും അത് വിലയിരുത്തലാണ് എന്നുള്ള ഘട്ടത്തിലേക്ക് LDFന്റെ സ്ഥാനാർത്ഥി പറയുന്നതല്ല മുന്നണിയുടെ നിലപാടെന്നൊക്കെ പറയേണ്ടതായ ഒരു സാഹചര്യമൊക്കെ. എന്തായാലും 70,000 വോട്ട് എന്ന അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. മതേതരവാദികളായിട്ടുള്ളവർ വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് LDFന്റെ കൃത്യമായ വോട്ട് ബാങ്ക്, അതോടൊപ്പം തന്നെ സരിൻ എന്ന സ്ഥാനാർത്ഥിക്ക് വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹം ഒരു ഡോക്ടറാണ്, അതോടൊപ്പം തന്നെ പാലക്കാട് കഴിഞ്ഞ കുറെ നാളുകളായെങ്കിലും ഉണ്ട് അങ്ങനെയുള്ള വ്യക്തിപ്രഭാവം. ഒപ്പം ഈ കോൺഗ്രസിലെ അതൃപ്തർ സരിനെ അനുകൂലിക്കും എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവിടെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. കോൺഗ്രസിലെ അതൃപ്തരെ സംബന്ധിച്ചിടത്തോളം C. കൃഷ്ണകുമാറിന് എന്തായാലും വോട്ട് ചെയ്യുക എന്നത് സാധ്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനോടുള്ള വിയോജിപ്പ് ആണ് എന്നതാണ് അവിടുത്തെ ഇവരുടെ അതൃപ്തിക്ക് കാരണം. അങ്ങനെയെങ്കിൽ ആ വോട്ട് കൂടി സരിന് ലഭിക്കും. ഒരുപക്ഷെ അതായിരിക്കാം സരിൻ കണക്കാക്കുന്ന 70,000 എന്ന സംഖ്യ. കാരണം ഏതാണ്ട് ഇരട്ടിയോളം വോട്ട് ലഭിച്ചാൽ അല്ലെങ്കിൽ ഇരട്ടിക്ക് മുകളിലേക്കൊക്കെ വോട്ട് ലഭിച്ചാൽ മാത്രമാണല്ലോ അത്തരത്തിൽ. കഴിഞ്ഞ തവണ 36,000 വോട്ടാണ് CP പ്രമോദിന് ലഭിച്ചത്. അത് 70,000 ആകണമെങ്കിൽ തീർച്ചയായും ഇരട്ടി വോട്ടുകൾ ലഭിക്കണം. വിജയരാഘവന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 34,000 വോട്ടാണ്. അങ്ങനെ കൂട്ടിയാലും അത് ഇരട്ടിക്കണം. അപ്പോൾ ആ ഒരു ഇരട്ടി വോട്ട് പ്രതീക്ഷയാണ് സരിൻ വെച്ച് പുലർത്തുന്നത്. ഇടതുപക്ഷത്തിന് മറ്റു നേതാക്കളാരും അത്തരത്തിൽ ഒരു വലിയ വോട്ട് ശതമാനം ലഭിക്കും, 70,000 വോട്ട് ലഭിക്കുമെന്ന് പറയുന്നില്ല. എങ്കിലും വിജയം സുനിശ്ചയം എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3ാം തവണയും ഈ ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ പോകുന്നതിന്റെ സൂചനയാണ് പാലക്കാട് എന്നും കൂടി പറയുകയാണ്. എന്തായാലും വോട്ടർമാർ ഇപ്പോഴും മികച്ച പ്രതികരണം തന്നെയാണ് പാലക്കാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട് എന്നാണ് ശ്രീത്തിന്റെ ഒക്കെ റിപ്പോർട്ട് വരുന്നത്. 4 ബൂത്തുകളിലൊക്കെ നല്ല തിരക്കാണുള്ളത്. ഈ വൈകുന്നേരം 6 മണി വരെ, അതായത് 184 ബൂത്തുകളിലും ഈ വലിയ ഒരു വിവാദങ്ങളും ജനങ്ങളെ ബാധിച്ചിട്ടില്ല. നല്ല പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുമെന്നുള്ള 3 സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോഴും നോക്കൂ. ഈ 9, അതായത് 2 മണിക്കൂറാകുമ്പോഴേക്കും 6.7. അതിൽ അവരുടെ എടുത്തു പറയേണ്ടത് ആ കണക്ക്, അതായത് സാങ്കേതികമായി 8:44 ഏറ്റവും പുതിയ കണക്ക് വരുമ്പോൾ മാറിയിരിക്കുന്നു. 6.87 എന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കാണ് നമ്മൾ പ്രേക്ഷകരുമായി പറയുന്നത്. 8:43 ഉള്ള കണക്കാണിത്. അവിടെ പോളിംഗ് ശതമാനം ഒന്ന് പരിപൂർണമായിട്ട് അപ്ഡേറ്റ് ആവുകയും ചെയ്യുമായിരിക്കും. അതായത് ഓരോ ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു പട്ടികയാണ്. അത് പ്രകാരമാണ് ഇപ്പോൾ നമുക്ക് 6.87 പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുകയാണ്. 6.76 എന്ന ആ അക്കം മാറിയിരിക്കുന്നു. 6.87 എന്ന നിലയിലേക്ക് അപ്ഡേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതാ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പാലക്കാട് 6.87% പേർ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അവിടെ 1,94,706 വോട്ടർമാരിൽ ഇപ്പോൾ തന്നെ 8:43 എന്ന സമയത്ത് 8:44 എന്ന സമയത്താണ് 6.87% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നത്. അത് 13,385 പേർ 13,385 പേർ ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരുഷ വോട്ടർമാർ തന്നെയാണ് ഇപ്പോഴും അധികമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, പാലക്കാട് വോട്ടർമാരുടെ മുഴുവൻ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ പുരുഷ വോട്ടർമാർ കുറവാണ്, വനിതാ വോട്ടർമാരാണ് അധികം. പക്ഷേ വോട്ട് ആദ്യത്തെ മണിക്കൂറുകളിൽ ഒരുപക്ഷെ അവരുടെ എനിക്ക് തോന്നുന്നു ഈ പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾ പുരുഷന്മാരുടെ പട്ടികയിൽ അധികമായി വരാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്കടക്കം അവധിയുണ്ടെങ്കിലും കൂലിപ്പണിക്കും മറ്റുമൊക്കെയായി പോകുന്നവർ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലിക്ക് നിൽക്കുന്നവർ ഒക്കെ അവർ രാവിലെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിലധികവും പുരുഷന്മാരായിരിക്കണം. അതുകൊണ്ടായിരിക്കാം 7.42% പുരുഷന്മാർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആ അക്കം എന്നത് 7,008 എന്നുള്ളതാണ്. 94,412 പുരുഷന്മാരിൽ
7008 പേർ 8:44 വോട്ട് രേഖപ്പെടുത്തുന്നു. 7.42 എന്ന് പുരുഷന്മാരുടെ വോട്ടർമാർ വരുമ്പോൾ സ്ത്രീ ജനങ്ങൾ ഈ മണിക്കൂറിൽ ഈ 2 മണിക്കൂർ അടുക്കുന്ന ഈ സമയത്ത് 6.35% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 6377 സ്ത്രീ വോട്ടർമാർ, 1,290,000 ആകെ സ്ത്രീ വോട്ടർമാരുടെ ജനസംഖ്യയിൽ 6377 പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ആദ്യ 2 മണിക്കൂറിൽ. ഇപ്പോഴും കാണാം സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിര മിക്ക ബൂത്തുകളിലും ഉണ്ട്. അതായത് നല്ല പങ്കാളിത്തം ചേലക്കരയും വയനാടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാലക്കാട് കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടായേക്കുമെന്നുള്ളൊരു ഒരു കണക്കുകൂട്ടലൊക്കെ ഈ മണിക്കൂറുകളിൽ തോന്നുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് മുന്നണികളുടെയും പ്രതീക്ഷ. ഒപ്പം വയനാടും ചേലക്കരയുമായി താരതമ്യം ചെയ്യുമ്പോൾ കാലാവസ്ഥ, അതായത് ചൂട്, നമുക്കറിയാം പലപ്പോഴും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖല എന്നത് പാലക്കാട് ആണ്. അതോടൊപ്പം തന്നെ കൊല്ലത്തെ ചില ഭാഗങ്ങളിൽ ഉൾപ്പെടെ അങ്ങനെ ഈ വേനൽക്കാലത്ത് അതിശക്തമായ ചൂട് അനുഭവപ്പെടാറുണ്ട്. എന്തായാലും ഇപ്പോൾ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന കാലഘട്ടത്തിൽ അടക്കം നമ്മുടെ റിപ്പോർട്ടർമാർ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, മറ്റ് 2 മണ്ഡലങ്ങളെയും അപേക്ഷിച്ച്, വയനാടിനെയും ചേലക്കരയെയും അപേക്ഷിച്ച് പാലക്കാട് ചൂട് കൂടുതലാണ് എന്നുള്ളത്. ഒരു പക്ഷേ അതുകൂടിയാകാം ഈ രാവിലെ വോട്ടർമാരുടെ ഇത്തരത്തിലുള്ള ഒരു വലിയ നിര പ്രകടമാകുന്നത്, നീണ്ട നിര പ്രകടമാകുന്നത്. ഉച്ചസമയത്ത് വോട്ട് രേഖപ്പെടുത്താൻ വരുന്നത് പ്രയാസകരമാകാം, വെയിൽ ഉള്ള സമയമാകാം. ആ സമയത്തൊക്കെ വിശ്രമിച്ച് അതിനു മുമ്പ് വോട്ട് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തുകയോ അങ്ങനെയൊക്കെ ആകാം വോട്ടർമാരുടെ പ്രതീക്ഷ. ഇതെല്ലാം നമുക്ക് സ്ഥിരീകരിക്കുകയല്ല, അത്തരം സാധ്യതകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നവരുടെ ഒരു നീണ്ട നിര പല ബൂത്തുകളിലും കാണുന്നുണ്ട്. പക്ഷേ വി അരുൺ അവിടെ നഗരപ്രദേശത്ത് നിന്ന് ആണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അവിടെ അങ്ങനെ അധികം വോട്ടർമാരെ കാണാൻ സാധിച്ചിരുന്നില്ല. ഏതാണ്ട് 400-ൽ അധികം വോട്ടർമാരുള്ള ബൂത്തിൽ നിന്നുകൊണ്ടാണ് വി അരുൺ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആ സമയത്ത് വോട്ടർമാരായി ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നഗരപ്രദേശം, ഗ്രാമപ്രദേശങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് പുറമെ കണ്ണാടി പഞ്ചായത്ത്, പിരായിരി പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത് എന്നിങ്ങനെ 3 പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്നതാണ് നഗര കേന്ദ്രീകൃത വോട്ടുകളുടെ എണ്ണം കൂടുതലാണ് എന്ന് തന്നെയാണ് പാലക്കാടുള്ള ഒരു കണക്ക്. 81.62% ഒക്കെ നഗര കേന്ദ്രീകൃത വോട്ടുകളാണെന്നും 1,44,054 വോട്ടുകളാണ് 2011 സെൻസസ് ഒക്കെ പ്രകാരം ആ കാലഘട്ടത്തിലേ ഉള്ളത്. റൂറൽ വോട്ടർമാർ താരതമ്യേന പാലക്കാട് കുറവാണ് എന്നുള്ളൊരു കാർഷിക മേഖലയാണെങ്കിൽ പോലും ആ തരത്തിലാണ്. 32,440 ഇതൊക്കെ 2011 കണക്കാണ്. പക്ഷെ സ്വാഭാവികമായിട്ട് അർബൻ വോട്ടേഴ്സിന്റെ എണ്ണം ഈ സമയത്ത് വീണ്ടും കൂടാനുള്ള സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നു വീണ്ടും നമുക്ക് മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കണമെന്ന് തോന്നുന്നു.